എല്ലാവർക്കും എൻ്റെ ഈദ് മുബാരക് ആശംസകൾ. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ വൈൽഡ് കാർഡ് അവരുടെ എൻട്രി പൊളിയാക്കിയിരിക്കുകയാണ്. ബിഗ് ബോസ് വൈറൽ താരമായി മാറി DJ സിബിൻ. സത്യത്തില് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രിയില് അധികം പ്രതീക്ഷ ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു DJ സിബിന്. എന്നാൽ കഴിഞ്ഞ ദിവസം പവർ ടീമുമായി ഉണ്ടായ ഡിബേറ്റ് ടാസ്കില് വളരെ മികച്ച പ്രകടനം തന്നെയാണ് DJ സിബിൻ കാഴ്ചവെച്ചത്. പോയിന്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് എണ്ണി പറഞ്ഞ് നല്ല ക്ലാരിറ്റിയോടെ സംസാരിക്കാനുള്ള കഴിവാണ് അവിടെ കണ്ടത്. ഏത് ചോദ്യത്തെയും അതിൻ്റെതായ രീതിയിൽ അഭിമുഖീകരിക്കാനുള്ള മിടുക്കുമാണ് അവിടെ കാണുന്നത്. ഒറ്റ ദിവസത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയും പ്രതികരണവുമാണ് സിബിനെ തേടി എത്തിയത്. എനിക്ക് തോന്നുന്നത് സിബിൻ നല്ലൊരു എന്റർടൈനർ കൂടിയാണെന്നാണ്. ഏതൊരു കാര്യം എടുത്താലും അതിനുവേണ്ടി വെറുതെ കിടന്ന് ചിലക്കാതെ അതിനെ ഫണ്ണാക്കി എടുക്കാനുള്ള കഴിവും സിബിനുണ്ട്. ഈ സീസണിൽ തന്നെ ആർക്കുമില്ലാത്തൊരു ക്വാളിറ്റിയാണ് സത്യത്തിൽ അത്. പിന്നെ സിബിന് സംസാരിക്കാനുള്ള ഒരു സ്കില്ലുണ്ട്, ആത്മവിശ്വാസം ധാരാളമുണ്ട്, പിന്നെ നല്ല ചിരിയോടുകൂടിയ ചിരി വിടർന്ന ഒരു മുഖവും. ജാസ്മിന് നല്ല അടിപൊളി മറുപടി തന്നെയാണ് സിബിൻ കൊടുത്തത്. ജാസ്മിനെ തേച്ചൊട്ടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജാസ്മിൻ സിബിനോട് യെസ് ഓർ നോ അതിലേതെങ്കിലും ഒന്ന് മതി മറുപടി എന്ന് പറഞ്ഞപ്പോൾ അതിന് തനിക്ക് സൗകര്യമില്ല എന്ന മാസ് മറുപടി മാത്രം മതി സിബിന്റെ ആ ഒരു ലെവല് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും സിബിൻ കലക്കുക തന്നെ ചെയ്തു ആ ഡിബേറ്റിൽ. വൈൽഡ് കാർഡ് എൻട്രിയിൽ തന്നെ വന്ന മറ്റൊരു മത്സരാർത്ഥിയാണ് നമ്മുടെ നന്ദന ജാസ്മിൻ ആൻഡ് ഗബ്രിയെ വലിച്ചുകീറി ഒട്ടിക്കുമെന്നൊക്കെ പറഞ്ഞാണ് സീസൺ 6 വന്നത്. പക്ഷെ നന്ദനയ്ക്ക് അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്ദന അവരോട് പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ നന്ദന ജാസ്മിനോട് പെരുമാറുന്ന രീതി ജാസ്മിനെ പോലൊരു ഗെയിമറെ അങ്ങനെ അല്ല നേരിടേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദനയ്ക്ക് ജാസ്മിനെ വലിച്ചുകീറി ഒട്ടിക്കാൻ പോയിട്ട് ജാസ്മിന്റെ അടുത്ത് പോലും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇപ്പൊ നന്ദന ജാസ്മിന്റെ മുന്നിൽ ചൂളിപ്പോയ അവസ്ഥയിലാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ജാസ്മിൻ ആൻഡ് ഗബ്രിയെ പറ്റിയാണ്. ജാസ്മിൻ ആൻഡ് ഗബ്രിയെ പൊളിക്കണമെങ്കിൽ നമ്മുടെ DJ സിബിനെ പോലുള്ളവർ തന്നെ വേണം. ആദ്യം അവരുടെ കള്ളത്തരങ്ങളും കള്ളക്കളികളും പൊളിക്കണം. പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് അവർ കാണിച്ചു കൂട്ടുന്ന എല്ലാ കൊള്ളരുതായ്മകളും സ്റ്റോപ്പ് ചെയ്യിക്കണം. ജാസ്മിൻ ആൻഡ് ഗബ്രി ചെയ്തു കൂട്ടുന്നത് കണ്ടാൽ തോന്നും വേറെ ആർക്കും ഫ്രണ്ട്സ് ഇല്ല എന്ന്. അവിടെ ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഉള്ളതാണ് അൻസിബയും മുടിയനും. അവരും ഫ്രണ്ട്സ് ആണ്, പക്ഷെ അവരിങ്ങനെ ഒന്നും കാണിക്കുന്നില്ലല്ലോ. അവരെ പറ്റി ഒന്നും പുറത്ത് വേണ്ടാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളും പറയുന്നുമില്ല. ഗബ്രി ആൻഡ് ജാസ്മിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ആഴം കൂടുന്നത് രാത്രി 12 മണിക്ക് ശേഷമാണ്. സത്യത്തിൽ അതൊന്നും കാണേണ്ട കാഴ്ച തന്നെയാണ് അവരുടെ രാത്രി 12 മണിക്ക് ശേഷമുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കാഴ്ചകൾ. അതൊന്നും അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾക്ക് അറിയില്ല. അറിയുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മുടെ യമുനയാണ്. യമുന ഔട്ടായി പോവുകയും ചെയ്തു. ഇപ്പോൾ പുറത്തുനിന്ന് വന്നിട്ടുള്ള വൈൽഡ് കാർഡ് എൻട്രികൾ എല്ലാവരും തന്നെ ഇവരുടെ എല്ലാ കള്ളക്കളികളും കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് അവർ ഈ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ എല്ലാം തന്നെ നിർത്തിക്കാനുള്ള രീതിയിൽ അവരെ കൂട്ടുകയാണ് വേണ്ടത്. പല കുടുംബങ്ങളിലും ഇവർ ഈ കാണിക്കുന്ന വൃത്തികേടുകൾ കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർ ഇത് കാണാൻ മടി കാണിക്കുകയാണ്. അതിനാണ് ആദ്യം മാറ്റം വരേണ്ടത്. ഇനി പറയാനുള്ളത് പ്രമോയെ പറ്റിയാണ്. പ്രമോയില് പവർ ടീമിന്റെ അധികാരങ്ങളെ നമ്മുടെ അൻസിബ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. പുതിയ പവർ ടീം അവരുടെ പവറിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പ്രമോയില് നമ്മുടെ അൻസിബയുടെ ശക്തമായ നിലപാടുകളും പ്രതിഷേധവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനിയും അപ്ഡേറ്റ്സുകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.